जय कुंज विहारी जय राधा माधव। जय कुंज विहारी जय गोपी जन वल्लभा। जय गिरिवरधारी जय गोपी जन वल्लभा। जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन। यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी। जय कुञ्ज विहारी जय राधा माधव। जय कुंज विहारी जय राधा माधव। जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृन्दा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ലഘു ഗർഭഭാഗമാണ് നോക്കാൻ പോകുന്നത്. അതിന്റെ തുടക്കം നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു. ഇനി അടുത്തത് അപ്പോ നമ്മൾ എന്തുവായിരുന്നു ഗർഭഭാഗത്തിന്റെ ആദ്യം നമ്മൾ ഇങ്ങനെ തുടങ്ങി? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മള് ആദ്യം തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഗഭാഗവതം എഴുതാനുള്ള കാരണം ആരാണ്? നമുക്കറിയാം ഗർഗസംഹിത എഴുതിയത് ഗർഗ മഹർഷിയാണ്. ഗർഗ മഹർഷി വൃഷ്ണി വംശത്തിന്റെ കുലഗുരുവാണ്. അപ്പൊ ആരാണ് ഗർഗ മഹർഷിയെ പ്രേരിപ്പിച്ചത് ഇത് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്? അപ്പൊ നമ്മൾ പറഞ്ഞു നാരദ മഹർഷിയാണ് എന്താണ് ഗർഗ മഹർഷിയുടെ അടുത്ത് ഗർഗ സംഹിതയിലുള്ള കാര്യങ്ങളെല്ലാം, അതായത് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നാരദ മഹർഷി ഗർഗ മഹർഷിയുടെ അടുത്ത് പറയുന്നു, ഇത് ഒരു അങ്ങ് ഇത് ഒന്നും കൂടെ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള, അതായത് നാരദ മഹർഷി ഇത് ഭയങ്കര ചുരുക്കി പെട്ടെന്നാണ് ഗർഗ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഇത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ എന്താണ് ധ്യാനിക്കണം. ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ധ്യാനിക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അങ്ങേക്ക് മനസ്സിലാകും. എന്നിട്ട് അങ്ങ് അത് എഴുതണം. അതിനെക്കുറിച്ച് എഴുതി ഒരു ബുക്ക് പോലെ ആക്കി കഴിഞ്ഞാൽ അത്
വൈഷ്ണവർക്ക് ഭയങ്കര സന്തോഷം തരും. വൈഷ്ണവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അന്ന് എന്താണ് ഇത് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, അതിനു വേണ്ടി ധ്യാനിച്ച് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നാരദ മഹർഷി പിന്നെ ബഹുളാശ്വ മഹാരാജാവിന്റെ അടുത്തേക്ക് പോകുന്നത്. ഓക്കെ. അപ്പൊ നാരദ അത് കഴിഞ്ഞിട്ട് ഗർഗ മഹർഷി എങ്ങോട്ടാ വന്നത്? ഗർഗ മഹർഷി നേരെ ഗർഗാചലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടാണ് ഗർഗ മഹർഷി താമസിച്ച് ആ, എന്താ തപസ്സൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഗർഗാചലം. അപ്പോ നമ്മൾ പിന്നെ പറഞ്ഞു, ആ ശിവനും പാർവതിയും തമ്മിലൊരു കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അതായത് ശിവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പാർവതി ദേവി വരുന്നു. പാർവതി ദേവി വന്ന് ചോദിക്കുന്നു, അങ്ങ് ആരാണ് എപ്പോഴും ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ആളെ പറ്റി എനിക്ക് പറഞ്ഞു തരാൻ പറയുന്നു. അപ്പോ ശിവൻ പറയുന്നു, ഞാൻ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. ഞാൻ എന്നിട്ട് പാർവതി ദേവിക്ക് എന്താണ് ഗർഗ സംഹിത പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. അതും ഓർമ്മയുണ്ടല്ലോ. ആ അങ്ങനെ പാർവതി ദേവി ലാസ്റ്റില് ശിവന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത്? ആഹ് എന്തുവായിരുന്നു ചോദിച്ചേ? ഓർമ്മയുണ്ടോ? ഈ കൃഷ്ണന്റെ മാഹാത്മ്യങ്ങൾ എന്തൊക്കെയാണ്? ഉം? ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണ്? ഈ ഗർഗസംഹിത വായിച്ചാല് എന്ത് ഗുണമാണ്, എന്ത് മാഹാത്മ്യമാണ് ഗർഗസംഹിതയ്ക്ക് ഉള്ളത്? പിന്നെ ആരെങ്കിലും നേരത്തെ ഗർഗസംഹിത വായിച്ചിട്ട് എന്തെങ്കിലും ഫലം ലഭിച്ചതായിട്ടുള്ള കഥകളോ പുരാണങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് പാർവതി ദേവി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആൻസർ ആയിട്ടാണ് അടുത്ത പോർഷൻ വരുന്നത്. അതായത് ഗർഗസംഹിത വായിച്ചിട്ട് ഒരു രാജാവിന് പുത്രനുണ്ടായ കഥയാണ് അതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആ, നമുക്ക് പ്രതിബാഹു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. പ്രതിബാഹു എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വജ്രനാഭനെ അറിയോ? വജ്രനാഭൻ കേട്ടിട്ടുണ്ടോ? ആരാണെന്ന് അറിയോ? കൃഷ്ണ ഭഗവാന്റെ മകൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊച്ചുമകൻ. ആ അതായത് ശ്രീകൃഷ്ണന്റെ മകനാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ. അല്ലെ, അനിരുദ്ധന്റെ മകനാണ് വജ്രനാഭൻ. ആ വജ്രനാഭന്റെ മകനാണ് പ്രതിബാഹു. അപ്പൊ പ്രതിബാഹുവിന് കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊന്നും ജനിക്കുന്നില്ല. അപ്പോ പ്രതിഭാവിന് ഭയങ്കര സങ്കടമാണ് അതിനെപ്പറ്റി. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പം മക്കളുണ്ടെങ്കിലാണ് നമുക്കിപ്പം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബലിയിടുന്നത്, പിതൃതർപ്പണം ഒക്കെ നടത്തുന്നത് മക്കളാണ്. അപ്പോ എന്താണ് രാജാവിന് ഭയങ്കര സങ്കടം, എനിക്കൊരു മകനില്ല. മകനില്ലാത്ത ഒരു അച്ഛന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫലമില്ലാത്തതാണ് എന്നൊക്കെ വിചാരിച്ച് എപ്പോഴും ദുഃഖിക്കുകയായിരുന്നു. എന്നിട്ട് എന്താണ് എപ്പോഴും ഈ രാജാവിന്റെ എന്താണ് മാതാപിതാക്കൾക്ക് ഇതുപോലെ ദർപ്പണമൊക്കെ എന്താണ് കൊടുക്കുമ്പോഴത്തേക്കും എപ്പോഴും അയ്യോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പ്രതിഭാഹു ആ മഹാരാജാവ് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആര് ദർപ്പണം ഇടും, എനിക്ക് എങ്ങനെ മോക്ഷം കിട്ടും? നമുക്കറിയാം ബലിയൊക്കെ ഇടുമ്പോഴത്തേക്കുമാണ് നമുക്ക് എന്താണ് ബാക്കിയുള്ള, ഇപ്പം നമ്മള് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ബലിയൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറെ എന്താണ് നമ്മുടെ പാപങ്ങളൊക്കെ കുറയുകയും അങ്ങനെയൊക്കെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ഒരു ഇത് കിട്ടും. അപ്പൊ ആ, രാജാവ് വിചാരിക്കണം, എന്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി, അതായത് പ്രായമായി തുടങ്ങി, പക്ഷെ ഇതുവരെ ഒരു കുട്ടികളില്ല എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് പ്രതിഭാഹു. ആ സമയത്താണ് ശാണ്ഡില്യൻ എന്ന് പറയുന്ന മഹർഷി. ഓക്കെ, ഇവിടെ ഈ പിക്ചറിൽ കാണാം ഒരു രാജാവുണ്ട്, ഒരു മഹർഷിയുണ്ട്. ഈ മഹർഷിയുടെ പേരാണ് ശാണ്ഡില്യ മഹർഷി, ശാണ്ഡില്യ മുനി. ശാണ്ഡില്യ മുനി ഈ രാജ്യത്തോട്ട് വരികയാണ്. പ്രതിബാഹു എവിടാണ് ഭരിക്കുന്നത്? മധുരയാണ് ഭരിക്കുന്നത്. മധുരയിലെ രാജാവാണ് പ്രതിബാഹു. ഓക്കെ, അങ്ങനെ മധുരയിലോട്ട് ഈ ശാണ്ഡില്യ മുനി വരികയും എന്നിട്ട് അപ്പോ പണ്ടത്തെ കാലത്തൊക്കെ ഈ രാജാക്കന്മാരുടെ വീട്ടിലോട്ട് ഈ മഹർഷിമാരൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഭയങ്കര രീതിയിലാണ് ആ മഹർഷിയെ സൽക്കരിച്ചിരുത്തുകയും കാല് കഴുകുകയും പൂജകൾ ചെയ്യുകയും, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാല് അവിടെ ശാപം കിട്ടും, അല്ലെ? അതുകൊണ്ട് ഭയങ്കര എന്താണ് ഭയങ്കര നന്നായിട്ടാണ് ഈ വരുന്ന അതിഥികളെയൊക്കെ സ്വീകരിക്കുന്നത്.
അപ്പോ ഈ രാജാവ് ഉടനെ ശാണ്ഡില്യ മഹർഷി വന്നപ്പോഴത്തേക്കും ആ മഹർഷിയെ ഇരുത്തി കാലൊക്കെ കഴുകി എല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഈ രാജാവും ഈ മഹർഷിയും തമ്മിൽ സംസാരിക്കുകയാണ്. വേറൊരു ഇതുണ്ട്, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലോട്ട് ആരെങ്കിലും ഭഗവാനുമായിട്ട് റിലേറ്റഡ്, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്താണ് അവര് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഈ ശാണ്ഡില്യ മുനി വന്ന് രാജാവിന്റെ അടുത്ത് കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മഹർഷിക്ക് മനസ്സിലായി ഈ രാജാവിന് ഭയങ്കര എന്തോ വിഷമമുണ്ട്, ആ വിഷമം കുഞ്ഞുങ്ങളില്ലാത്തതാണെന്നും മനസ്സിലായി. എന്നിട്ട് ശാണ്ഡില്യ മുനി പറയാണ്, എന്നിട്ട് രാജാവ് പറയാണ്, എനിക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഈ ഒരു എന്താണ് ഈ അടുത്ത ജനറേഷൻ പിന്തുടരാനായിട്ട് ഒരു രാജാവ്, അതായത് മകനില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശാണ്ഡില്യ മഹർഷി പറയാണ്, ഇതിനൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ലഭിക്കാൻ, പക്ഷെ എന്നാലും ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. എന്താണ്? ഗർഗ മഹർഷി രചിച്ചിട്ടുള്ള ഗർഗ സംഹിതയുടെ പാരായണം നടത്തുക. ഓക്കെ. അപ്പൊ ഈ പാരായണം എന്ന് പറയുന്നത് 9 ദിവസത്തേക്കാണ് നടത്തേണ്ടത്. നമ്മളിപ്പം ഭാഗവതമൊക്കെ സപ്താഹമായിട്ടാണല്ലോ, 7 ദിവസമാണ് നടത്തുന്നത്. പക്ഷെ ഗർഗ സംഹിത 9 ദിവസത്തെ പാരായണം ആയിട്ട് നടത്തണം. എന്നിട്ട് പറയുന്നു, ഈ പാരായണം നടത്തുന്നതിലൂടെ നമുക്ക് വരുന്ന ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും, നമ്മള് പരിശുദ്ധമായി തീരും. അതുകൊണ്ട് എന്താണ് ഇത്, പിന്നെന്താണ്, ഇത് നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള നമ്മുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടും. അതായത് നമുക്ക് ധനം, പുത്രൻ എല്ലാം നമുക്ക് കിട്ടും. അതായത് ഇത് എന്താണ് ഈ ആഗ്രഹം സാധിക്കുവാണ് അല്ലെ, ധനം, പുത്രൻ, മുക്തി, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ. മരണശേഷം തിരിച്ചു ഗോലോക വൈകുണ്ഠത്തിൽ ഉറപ്പായിട്ടും എത്തും എന്നാണ് പറയുന്നത്. അങ്ങനാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു എന്താണ് അസുഖമുള്ള മനുഷ്യൻ ഗർഗഭാഗവതം കേട്ട് കഴിഞ്ഞാല് അവൻ എല്ലാ അസുഖത്തിൽ നിന്നും മോചിതനാവും. ഭയമുള്ളവൻ ഭയത്തിൽ നിന്ന് മോചിതനാവും. പിന്നെന്താ, എന്തെങ്കിലും ബന്ധങ്ങളിൽ നിന്ന് മോചിതനാവും. പിന്നെന്താണ്, പാവപ്പെട്ട മനുഷ്യൻ പണക്കാരനാവും. എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യം നമുക്ക് വന്നു ചേരും. അവസാന നിമിഷം നമ്മൾ തിരിച്ച് ഗോലോകത്ത് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തുകയും ചെയ്യും. ഇതാണ് പറഞ്ഞത്. ഇതാണ്. അതായത് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 9 ദിവസത്തേക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളെല്ലാം അനുഭവിക്കാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഗോലോക വൈകുണ്ഠത്തിൽ പോകും. നമുക്ക് ഭൂമിയിലുള്ള സന്തോഷമൊന്നും നമുക്കറിയാം, നമുക്ക് ശരിക്കുമുള്ള സന്തോഷം തരത്തില്ല. പക്ഷേ ഇപ്പം ഈ രാജാവിന്റെ കേസിൽ ഒരു പുത്രൻ വേണം എന്നുള്ള ആ ഒരു കാര്യം രാജാവിന് കിട്ടുകയും ചെയ്യും. ആ മരണശേഷം തിരിച്ചു ഭൂലോകത്ത് പോകാനും പറ്റും. ഓക്കെ. എന്നിട്ട് എന്തോ പറയുന്നേ, നമുക്ക് ഈ ഗർഗസംഹിത കേൾക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള ചാൻസ് കിട്ടുന്നത് കുറേ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞ് അതിന്റെ ഫലം, കുറേ ജന്മങ്ങളെ നല്ല കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഗർഗസംഹിത കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. കേൾക്കാനോ വായിക്കാനോ ഒക്കെ കിട്ടത്തുള്ളൂ. ഭയങ്കര ഗർഗസംഹിത എന്ന് പറയുന്നത് ഭയങ്കര അപൂർവമാണ്, ഭയങ്കര റെയറായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു ദിവസത്തിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും വായിക്കാം. നമുക്ക് ഭയങ്കര സന്തോഷവും മുക്തിയും നമുക്ക് തരും. അതുകൊണ്ട് 9 ദിവസത്തേക്ക് ഇത് വായിക്കണം. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ബ്രഹ്മചര്യം ആചരിക്കാം. അല്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എന്താണ്, ചോറ്, എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. പക്ഷെ ഭഗവാന്റെ പ്രസാദം ആയിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പം അതായത് ഇവിടെ ഈ അത്രയും എന്താണ് കഠിനമായിട്ടുള്ള ഒരു വ്രതം ഒന്നും അനുഷ്ഠിക്കുകയൊന്നും വേണ്ട. ഇത് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലായി ഭഗവാന്റെ പ്രസാദം കഴിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ്, കേൾക്കുന്ന ആൾക്കാര് പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഇത് കേൾക്കാൻ. ദേഷ്യം, ആർത്തി ഇതെല്ലാം വിട്ടിട്ട് ഒരു ഗുരുവിൽ നിന്ന് വേണം കേൾക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഗർഗ മഹർഷിയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഗർഗ മഹർഷിയുടെ വായിൽ നിന്ന്
കേൾക്കുന്നത് പോലെ വേണം നമ്മൾ എല്ലാരും കേൾക്കാനായിട്ട്. പിന്നെന്താണ്, അതായത് ഏത്തിസ്റ്റ് ആയിട്ടുള്ളവര്, അതായത് നിരീശ്വരവാദികളും കുറെ പന്ന പാപങ്ങൾ ചെയ്തിട്ടുള്ളവര്, ഒട്ടും വിശ്വാസമില്ലാത്തവരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലുള്ള ഫലവും ഉണ്ടാവത്തില്ല. പിന്നെന്തോ പറഞ്ഞത്, വായിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാണെങ്കിൽ അതിനെ മാറ്റാൻ നമ്മള് ദ്വാദശാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. ഇനി വായിക്കുന്ന ആളാണെങ്കിൽ പോലും എന്താണ്, ആ, നല്ല വിശ്വാസത്തോടെ അത് ഓരോന്നും മനസ്സിലാക്കി വേണം വായിക്കാൻ. അതിന് കുറേ കാര്യങ്ങള് ശാണ്ഡിന്യ മഹർഷി ആ, ഈ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവര് പാരായണം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് യമുനയുടെ തീരത്ത് അവർ ചെറിയൊരു ഇതൊക്കെ കെട്ടി അവിടെ കുറെ ആൾക്കാർ വന്നിരുന്നിട്ടുണ്ട് കേൾക്കാൻ. ഒരു എന്താണ്, ഒരു ബ്രാഹ്മണനെ ഇത് പാരായണം ചെയ്യാനും ഏൽപ്പിച്ചു. അങ്ങനെ അവര് പാരായണം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ എന്താണ്, 9 ദിവസത്തേക്ക് ഗർഗസംഹിത അവര് പാരായണം ചെയ്യണം. അങ്ങനെ 9-ാമത്തെ ദിവസം എത്തി, പാരായണം എല്ലാം കഴിഞ്ഞു. എല്ലാവരും തന്നെ ധ്യാനിക്കാൻ തുടങ്ങി ഭഗവാനെ. ഇതെല്ലാം പാരായണം എല്ലാം കഴിഞ്ഞു, ധ്യാനിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്താണ്, ആരവിടെ വരുന്നേ, ആരവിടെ പ്രത്യക്ഷപ്പെടുന്നേ? ശ്രീകൃഷ്ണൻ, രാധാറാണി, രാധാസമേതനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് രാജാവ്, രാജ്ഞി, ആ ആ, ഈ പ്രതിബാഹു എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യയാണ്. മാലിനി എന്ന് പറയുന്ന ഒരു രാജ്ഞിയാണ്. ഓക്കെ. ആ രാജ്ഞിയുടെ മുമ്പിൽ പിന്നെ ശാണ്ഡില്യ മഹർഷിയുണ്ട്, കേൾക്കാൻ വന്നവരുണ്ട്, പാരായണം ചെയ്തയാൾ, എല്ലാവരുടെ മുമ്പിലായിട്ട് ആ എന്താണ് ശ്യാമസുന്ദര രൂപത്തിലുള്ള രാധാസമേതനായിട്ട്, ശ്രീകൃഷ്ണനും രാധയും മാത്രമല്ല, കൂടെ ഭഗവാന്റെ കുറെ ആൾക്കാരും കൂടെ ഉണ്ട്. അവിടെ ഉടനെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പൊ ഭഗവാന്റെ കയ്യിൽ നല്ല തിളങ്ങുന്ന ഓടക്കുഴലും കൊലുസും ഒക്കെ ഇട്ടുകൊണ്ട് ഭഗവാൻ നേരെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെല്ലാരും കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ശാണ്ഡില്യ മഹർഷി ആദ്യം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ? പ്രഭു, അവിടുന്ന് വൈകുണ്ഠത്തിൽ എപ്പോഴും ലീലാതൽപരനായിട്ട്, അല്ലെങ്കിൽ ഭൂലോകത്തിൽ എപ്പോഴും ലീലാതൽപരനായിട്ട് കഴിയുന്നു. അവിടുത്തെ ഈ സ്വരൂപം എന്ന് പറയുന്നത് അത്യന്തം മനോഹരമാണ്. ഇപ്പൊ നമ്മളൊരു ഫോട്ടോയിൽ കാണുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് എന്തൊരു ഭംഗിയായിരിക്കും ഭഗവാന്, അല്ലെ? അപ്പൊ ശാണ്ഡില്യ മഹർഷി പറയാണ്, അങ്ങയുടെ ഈ ഒരു സ്വരൂപം എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. പിന്നെന്താ പറഞ്ഞത്? എല്ലാ ദേവന്മാരും എപ്പോഴും അങ്ങയെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അങ്ങനത്തെ ഉള്ള ആ ഭഗവാനെ കണ്ട് ഞാൻ ഭജിക്കുന്നു. ആ ഗോലോകനാഥനായിട്ടുള്ള രാധാപതിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഹേ ഗോലോകനാഥ, അവിടുന്ന് ഗിരിരാജാവായിട്ടുള്ള ഗോവർദ്ധനത്തിന്റെ സ്വാമിയാണ്, പരമേശ്വരനാണ്. പിന്നെന്താ, അങ്ങ് വൃന്ദാവനത്തിന്റെ അധീശ്വരനാണ്, രാധാപതിയാണ് എന്ന് പറഞ്ഞ് അങ്ങ് എപ്പോഴും ജയിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്ഞിയും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. രാധേശ, രാധയുടെ പതിയായിട്ടുള്ള ഹേ കൃഷ്ണ, അങ്ങ് വൃന്ദാവനത്തിന്റെ സ്വാമിയാണ്, പുരുഷോത്തമനാണ്, മാധവ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്ഞിയും കൃഷ്ണനെ സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗർഗസംഹിത കേൾക്കാൻ വന്ന അവിടെ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എന്താണ് സ്തുതിച്ചത്? ഹേ ശ്രീനാഥ, ഈ രാജാവിന് അങ്ങ് രാജാവിന്റെ അപരാധങ്ങളെല്ലാം തീർത്ത്, ഞങ്ങളുടെ എല്ലാവരുടെയും അപരാധങ്ങൾ തീർത്തിട്ട് രാജാവിന് ആ ഒരു പുത്രനെ നൽകിയാലും അതിന്റെ കൂടെ തന്നെ എല്ലാവർക്കും എന്താണ്, മരണശേഷം അങ്ങയുടെ അടുത്ത് അങ്ങയുടെ പാതാരബിന്ദങ്ങൾ എപ്പോഴും സ്മരിക്കാനുള്ള എന്താണ് സ്മരിക്കാനുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ തരണേ എന്ന് പറഞ്ഞ് അവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകൃഷ്ണനും സന്തോഷമായി, രാധാറാണിക്ക് സന്തോഷമായി. എന്നിട്ട് ഭഗവാൻ പറയാൻ തുടങ്ങുകയാണ്. ആ ഭയങ്കര ഭഗവാന്റെ ശബ്ദം നമുക്കറിയാം, ഭയങ്കര എന്താണ്, മേഘത്തിന്റെ ഒക്കെ ഭയങ്കര
ഡീപ്പായിട്ടുള്ള വോയിസ്. അപ്പൊ ശ്രീകൃഷ്ണൻ ഉടനെ പറയാൻ തുടങ്ങാണ്, എല്ലാവരും ആ, എന്താ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സാധിക്കുന്നതാണ്. ഈ ഗർഗ മഹർഷി പറഞ്ഞിട്ടുള്ള ഈ ഈ സംഹിത, ഗർഗ സംഹിത എന്നുള്ള പേരിൽ എന്നും അറിയപ്പെടും. ഇത് വായിക്കുന്നവർക്ക് എന്താ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എല്ലാം തന്നെ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തതിന്റെ ഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനും രാധാറാണിയും അവിടുന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം രാജാവ് ആഹ് എല്ലാം തന്നെ എന്താ ദാനം ചെയ്യാൻ കുറെ പശുക്കള്, സ്വർണം, അരി, എല്ലാ രീതിയിൽ അന്നങ്ങള് എല്ലാം ബ്രാഹ്മണർക്കും ശാണ്ഡില്യ മഹർഷിക്കും കുറെ ദാനം ചെയ്യാണ്. അത് കഴിഞ്ഞ് ശാണ്ഡില്യ മഹർഷി എന്ന് പറയുന്ന പക്ഷെ ഇതൊന്നും എന്താണ് ഇതുപോലത്തെ വലിയ വലിയ സ്വർണം അതുപോലത്തെ ഒന്നും കയ്യിൽ വെക്കത്തില്ല. അതുകൊണ്ട് ശാണ്ഡില്യ മഹർഷിക്ക് എന്താണ് ദക്ഷിണയായിട്ട് കിട്ടിയ സാധനങ്ങളെല്ലാം മധുരയിലുള്ള ബ്രാഹ്മണർക്ക് പിന്നെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ശാണ്ഡില്യ മഹർഷി തിരിച്ച് ആ, മഹർഷിയുടെ ആ, എന്താണ് സ്ഥലത്തേക്ക് പോവുകയാണ്. ആ അങ്ങനെയാണ് ഗർഗസംഹിത ആ, ഗർഗസംഹിത വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണം പറയാനായിട്ടുള്ളൊരു ചെറിയൊരു എന്താണ് സ്റ്റോറി ആയിരുന്നു ഇത്. ഉം. അങ്ങനെ അപ്പൊ ഇത് ആരാർക്കാ പറഞ്ഞു കൊടുത്തേ? ശിവൻ പാർവതിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പാർവതി ദേവി പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതി ദേവിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പാർവതി ദേവി പറഞ്ഞു, ശിവന്റെ അടുത്ത് പറഞ്ഞു, ഇനി എനിക്ക് അടുത്ത കഥ പറഞ്ഞതാ. ഇപ്പൊ അങ്ങ് എന്തോ പറഞ്ഞേ? ഗർഗസംഹിതയുടെ മാഹാത്മ്യമാണ് പറഞ്ഞത്. ഇനിയും ഗർഗസംഹിത അതിനകത്തുള്ള ബാക്കിയുള്ള കഥകൾ, ഭഗവാന്റെ സ്റ്റോറികളെല്ലാം എനിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു മഹാദേവൻ ഗർഗസംഹിത മുഴുവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ ഗർഗസംഹിതയുടെ മാഹാത്മ്യത്തിൽ വരുന്ന സ്റ്റോറിയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഗർഗസംഹിത സ്റ്റാർട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗർഗസംഹിത ഒന്ന് തുടങ്ങി വെക്കാം അല്ലെ? അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി വെക്കാം. 10 മിനിറ്റ് കൊണ്ട്. നമുക്ക് ഗർഗസംഹിതയില് 10 എന്താണ് സ്കന്ധം അല്ലെ? 10 സ്കന്ധമാണ് ഉള്ളത്. 10 കാണ്ഡങ്ങളാണ് ഉള്ളത്. ആദ്യത്തെയാണ് ഗോലോക കാണ്ഡം. ഇതിനകത്ത് തന്നെ 20 ചാപ്റ്ററുകളുണ്ട്. അങ്ങനെ നമുക്ക് 10 കണ്ഠങ്ങളാണ് ഉള്ളത്. ഇതിനകത്ത് ആദ്യത്തെയാണ് ഗോലോക കണ്ഠം. അതിനകത്ത് ആദ്യമുള്ളത് ശ്രീകൃഷ്ണ മാഹാത്മ്യ വർണ്ണനയാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദിരയേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നരനാരായണന്മാരെയും സരസ്വതി ദേവിയെയും എന്താണ് വ്യാസനെയും സ്തുതിച്ചിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ അധ്യായത്തിന്റെ ഇത് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗർഗ മഹർഷി എല്ലാം എഴുതിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, എന്താ ഗർഗസംഹിത മുഴുവൻ രചിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗർഗ മഹർഷി നേരെ ശൗനക മുനിയുടെ അടുത്താണ് വരുന്നത്. ഓക്കെ, ശൗനക മഹർഷി നമുക്കറിയാലോ. ഗർഗ മഹർഷി നേരെ ശൗനക മഹർഷിയുടെ ആ ഒരു ആശ്രമത്തിലോട്ട് വരികയാണ്. അപ്പൊ അവിടെ ശൗനക മഹർഷി മാത്രമല്ല, ബാക്കി കുറേ ഋഷിമാരും മുനിമാരും എല്ലാരും ഉണ്ട്. അപ്പോഴത്തേക്കും ഗർഗ മഹർഷി വന്നത് അറിഞ്ഞപ്പോഴത്തേക്കും ശൗനക മഹർഷിക്ക് ഭയങ്കര സന്തോഷമായി. മഹർഷിയെ ഇരുത്തി കാലെല്ലാം കഴുകി പൂജിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഇതിൽ നിന്ന് ഓരോ കഥകളും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്തുവാന്ന് വെച്ചാ ഇതിനകത്ത് ഇപ്പം ആദ്യം എന്താ ഗർഗ മഹർഷി ആദ്യം സ്തുതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതാരങ്ങൾ എടുക്കുന്നത്? എത്ര അവതാരങ്ങളുണ്ട്? നമുക്കറിയാം. എന്താണ് ഭഗവാനാണെങ്കിൽ കുറേ അവതാരങ്ങളുണ്ട്. നമ്മളിപ്പോ പറയുന്നത് ഈ ദശാവതാരത്തിലുള്ള 10 അവതാരങ്ങൾ മാത്രമല്ല.
എപ്പോഴും അവതാരങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് എത്ര എത്ര അവതാരങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഭഗവാനെ പറ്റി കൂടുതൽ പറഞ്ഞു തരൂ എന്ന് പറയാണ്. അങ്ങനെ ആഹ് ഉം. ശ്രീകൃഷ്ണന്റെ അവതാരത്തെ പറ്റി എനിക്ക് കുറെ ഡൗട്ട്സുകളുണ്ട്, അതുകൊണ്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാം. ഉം. അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, അങ്ങിപ്പോ ചോദിച്ച ഗർഗ മാഷി പറഞ്ഞു, അങ്ങിപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ എന്താണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ്. അതുകൊണ്ട് ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ചോദിക്കുന്ന ആൾക്കും എല്ലാവർക്കും ഒരേപോലെ ഗുണമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഗർഗ മഹർഷി പറഞ്ഞു, ഒരിക്കൽ നാരദ മഹർഷി ബഹുളാശു മഹാരാജാവ് എന്ന് പറയുന്നത് മിഥില അറിയോ? മിഥില ആരുടെ രാജ്യമാണ്? മിഥിലാപുരി. സീതാദേവിയുടെ. അതെ അതെ, സീതാദേവി. സീതാദേവിയുടെ അച്ഛന്റെ പേരെന്താണ്? ജനകൻ. ജനകൻ. ആ ആ ജനക മഹാരാജാവിന്റെ ഒരു പിൻഗാമിയാണ് നമ്മുടെ ബഹുളാശു മഹാരാജാവ്. അപ്പോ ബഹുളാശു മഹാരാജാവിന്റെ അടുത്ത് ആ, ആര് വരികയാണ്? നാരദ മഹർഷി വരികയാണ്. അപ്പൊ നാരദ മഹർഷി ബഹുളാശു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോഴത്തേക്കും എന്താണ്, ബഹുളാശു മഹാരാജാവിന് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ബഹുളാശു മഹാരാജാവ് എന്ന് പറയുന്നത് ഭയങ്കര ശ്രീകൃഷ്ണന്റെ ഭയങ്കര ഏറ്റവും വലിയ ഭക്തനാണ്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റോറികൾ കേൾക്കുമ്പോഴത്തേക്കും കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് എന്താണ്, കുറെ നമ്മളിലും കുറെ പേര് ഭഗവാന്റെ സ്റ്റോറികൾ കേൾക്കുമ്പോ എന്താണ്, ചെറുതായിട്ടൊന്നും കാര്യം അതുപോലെ ഭയങ്കര എന്താണ്, ആഹ് ഭഗവാനുമായിട്ട് രാജാവാണ് ബഹുളാശ മഹാരാജാവ്. അങ്ങനെ സ്റ്റോറിയൊക്കെ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നാരദ മഹർഷി കയറി വരുന്നത്. നാരദ മഹർഷിയേക്കാൾ ഏറ്റവും വലിയ സ്റ്റോറി പറയുന്ന വേറെ ആൾക്കാരെ നമുക്ക് അറിഞ്ഞൂടാ അല്ലെ? എത്ര പേരുടെ ഗുരുവാണ് നാരദ മഹർഷി. എന്താണ്, നമ്മുടെ പ്രഹ്ലാദന്റെ ആണെങ്കിലും പ്രഹ്ലാദന് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തത് നാരദ മഹർഷിയാണ്. ധ്രുവന് പറഞ്ഞു കൊടുത്തത് നാരദ മഹർഷിയാണ്. അങ്ങനെ നാരദ മഹർഷി എന്താണ്, ബഹുളാശ മഹാരാജാവിന്റെ ആ ഒരു രാജ്യത്തിലോട്ട് വരികയാണ്. ഓക്കെ, നമ്മുടെ സമയം തീർന്നു. പക്ഷെ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ ബ്രോ? ഹരേ കൃഷ്ണ. ഹരേ ഈ കൃഷ്ണ. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? 2 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഈ ഗോപിക, ഈ ഗർഗ സംഹിത എവിടെ കിട്ടും? അത്